അയ്യോ പ്രായമായിട്ടും കല്യാണം കഴിക്കുന്നില്ല എന്ന് കേൾക്കുമ്പം നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും എന്ന് കരുതി വീട്ടുകാർ നിർബന്ധിച്ച് അവരെ കല്യാണം കഴിപ്പിക്കരുത്. എന്നാൽ മുന്നോട്ട് പോയിരുന്നപ്പം ഒരു കുഞ്ഞായി, ഒരു പെൺകുഞ്ഞായി, അത് കഴിഞ്ഞ് വേറൊരു കുട്ടിയുടെ ആയി. അപ്പം ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീയിൽ നിന്ന് ഈ മനുഷ്യൻ മാക്സിമം അകന്നു പോവുകയാണ്. എന്നാൽ ഈ സ്ത്രീ പല ജോലി കാരണങ്ങളും പല കാര്യങ്ങളും കൊണ്ട് ഈ മനുഷ്യൻ്റെ ഇവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഈ മനുഷ്യനെ കെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് അത്ര വലിയ ആവശ്യങ്ങളില്ല. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലാകുകയാണ് ഈ ഭർത്താവ് ശരിക്കും ഒരു ഗേ ആണെന്നുള്ള കാര്യം. അത് കൂട്ടുകാരിൽ നിന്നും ഈ ഭർത്താവിൽ നിന്നും മനസ്സിലായി. ഈ സ്ത്രീ ഇപ്പോൾ പേടിക്കുന്ന ഏറ്റവും വലിയ വിഷയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് കിടന്നങ്ങ് ഉറങ്ങും. രാവിലെ എഴുന്നേറ്റ് പോകണം ജോലിക്ക് പോകണം. ഭർത്താവ് വീട്ടിൽ കാണത്തില്ല. ഭർത്താവ് ഏതെങ്കിലും സമയത്ത് പാതിരാത്രിയിലൊക്കെ ആയിരിക്കും വീട്ടിൽ കയറി വരുന്നത്. ഈ ഭർത്താവ് വരുന്ന സമയത്ത് ഇയാൾ മറ്റ് പുരുഷന്മാരെ കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള മനുഷ്യനാണ്. അയാൾ വന്ന് അയാളുടെ മുറി കയറി അങ്ങ് പൊട്ടിയിരിക്കും. ഈ മുറിക്കകത്ത് എന്താ നടക്കുന്നുള്ള ഈ സ്ത്രീക്ക് അറിയത്തില്ല. ഇപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പെൺകുഞ്ഞും ഒരു ആൺകുഞ്ഞും ഉണ്ട്. മോള് കണ്ട് വലിയ കുട്ടി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ത്രീക്ക് ശരിക്കും പിന്നെ ജോലിക്ക് പോകാൻ പേടിയാണ്. കാരണം ഈ ഭർത്താവിനുള്ള പേടിയല്ല, ഇയാൾ വിളിച്ചുകൊണ്ട് വരുന്ന പുരുഷന്മാരുടെ സ്വഭാവം എന്തുവാണെന്നുള്ളത് ആ സ്ത്രീക്ക് ഒരു പേടി. കാരണം പലരും പല ഇങ്ങനെ പോരുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഈ കൂടെയുള്ള ആൾക്ക് അയാൾ ചിലപ്പോൾ ഗേ ആണെന്ന് നിർബന്ധമൊന്നും ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഗേ ആയിരിക്കാം. പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, കുഞ്ഞുങ്ങളുടെ സംരക്ഷണം എന്താണെന്നുള്ളത് ചിന്തിക്കുന്നില്ല. അതുമാത്രമല്ല, ഇയാൾ ഭയങ്കരമായിട്ട് മദ്യത്തിന് അഡിക്റ്റുമാണ്. ഭയങ്കരമായിട്ടിരുന്ന് മദ്യവെച്ച് കുടിക്കും. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് കുടിച്ചങ്ങിരിക്കും എന്നൊക്കെ പറഞ്ഞു. ചില സമയത്ത് അയാൾ ജോലിക്കും പോകാറില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, ഇയാളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വിവാഹം കഴിപ്പിച്ചത് ഇയാളെ. അതാണ് അവർ ചെയ്ത തെറ്റ്. ഇയാളുടെ ഈ ഒരു സ്വഭാവം ആ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. വീട്ടുകാരത് മറച്ചു വെച്ചിട്ട് കല്യാണം കഴിപ്പിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, ഒരാണിനോ പെണ്ണിനോ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഇന്നത്തെ കാലത്ത്. അവർ വിവാഹം കഴിക്കണ്ട. അവർക്ക് അവരുടേതായ ചില പേഴ്സണൽ പ്രശ്നങ്ങൾ കാണും. വെറുതെ നാട്ടുകാരുടെ മുന്നിൽ ഷോ കാണിക്കുക, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ എന്ത് പറയാൻ ചിന്തിച്ച് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. താങ്ക് യു.